IPS പോയെങ്കിൽ എന്താടാ, ജയിലിലും കിട്ടും ശമ്പളം. ചെയ്യുന്ന ജോലിക്ക്. പിന്നെ 2 കൊല്ലം സുഭിക്ഷമായിട്ട് സർക്കാരിന്റെ ശാപ്പാട്. 3 നേരം. പോരേടാ നിനക്ക്. ആ ചെല്ല്. ജയിലിൽ നിനക്കൊരു 1-ാം തരം സ്വീകരണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ. നിന്റെ ബാക്കിയുള്ള ഉശിരും കൂടെ തീർത്തു തരും അവര്. ഏട്ടാ, മാറി നിക്കടാ ഇങ്ങോട്ട്. എടാ, you bastard! I will come back, you bastard! I will come back! I will come back! ഏട്ടാ, ഹലോ. ഏട്ടാ, ഇത് മിസ് ഫെലിക്സ് അല്ലേ? അതെ, ഐ എം സാൻഡ്ര. ഇവിടെ കാണാൻ വരുമ്പോഴൊക്കെ ഹരി പറയാറുണ്ട്. പിന്നെ ജയിലിലേക്ക് അയക്കുന്ന എല്ലാ കത്തിലും ഏട്ടത്തെയും സുധ എഴുതാറുമുണ്ട് സാന്ദ്രയെ കുറിച്ച്. പ്ലീസ് കം. എങ്ങനെ, എന്തിനൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരു തടവ് പുള്ളിയുടെ അനിയനാണെന്നറിഞ്ഞിട്ടും ഇവൻ ഒരു ജോലി കൊടുത്തതിന്, ഏട്ടത്തെയും സുധയൊക്കെ ഒരുപാട് ആശ്വസിപ്പിച്ചതിന് താങ്ക്സ് എ ലോട്ട്. ഏയ്, ഇത്രയൊക്കെ പറയാൻ ഞാൻ എന്താ ചെയ്തത്? നോ, യു വെയർ ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. എല്ലാം ഞാൻ പറയാറുണ്ട് ഹരിയോട്. നിങ്ങളുടെ ലൈഫിലെ ഈ ട്രാജഡിക്കെല്ലാം കാരണക്കാരി ഞാനാണെന്ന്. ഞാനാ ഒക്കെ തുടങ്ങിയത്. ഇൻ എ വേ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ഓൾ. പ്ലീസ്. അല്ല, ഞാനൊന്ന് വെറുതെ ഒരുപാട് വാശി പിടിച്ചതുകൊണ്ടാ ഗൗഡയുടെ കള്ളക്കടത്തിനെ കുറിച്ച് രവിയുടെ ഏട്ടൻ ഇൻഫർമേഷൻ കൊടുക്കാൻ ശിവപ്പ സമ്മതിച്ചത്. ഒരുപക്ഷെ അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇറ്റ്സ് ഓൾ ഫേറ്റ്.